യൂട്യൂബർ തൊപ്പിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. അശ്ലീല ദൃശ്യം പ്രചരിപ്പിച്ച കേസിലാണ് നടപടി. എറണാകുളം സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. തൊപ്പിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പോലീസ് ശക്തമായി എതിർക്കുമെന്നാണ് വിവരം. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഇപ്പോൾ തൊപ്പി ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. പോലീസിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാണോ? രഞ്ജിത്ത്, രാവിലെ 11 മണിയോടുകൂടി തന്നെ എറണാകുളം സെഷൻസ് കോടതി തൊപ്പിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. ആ ജാമ്യാപേക്ഷയെ പൂർണ്ണമായും എതിർത്തിരിക്കുകയാണ് പോലീസ്. തൊപ്പിക്കെതിരായിട്ടുള്ള ചുമത്തിയിരിക്കുന്ന വകുപ്പുകളെല്ലാം തന്നെ ഗുരുതരമാണ്. തൊപ്പിക്കെതിരായിട്ടുള്ള തെളിവുകൾ, ശക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. കണ്ടെത്തലുകളൊക്കെ വളരെ ഗൌരവത്തോടുകൂടി തന്നെയാണ് കണക്കാക്കണമെന്നാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തൊപ്പി ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. രഞ്ജിത്ത് ചോദിച്ചതുപോലെ ഈ പോലീസ് ഊർജിതമായി തന്നെ തൊപ്പിയുടെ പിന്നാലെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ തൊപ്പി എവിടെയാണെന്ന് പോലും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്നതിന് ശേഷം തൊപ്പിയെ പിടികൂടാനായിരിക്കും പോലീസിന്റെ തീരുമാനം. എന്തായാലും ഇന്ന് അതിലൊരു തീരുമാനമുണ്ടാകും. തൊപ്പി എവിടെയാണെന്ന് ഇപ്പോഴും വിവരമില്ല. കണ്ണൂർ, മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അതായത് തൊപ്പിയുടെ നാട്ടിലോ അല്ലെങ്കിൽ ആ പരിസര പ്രദേശങ്ങളിൽ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ ഉണ്ടാകുമെന്നൊരു നിഗമനമാണ് പോലീസിലുള്ളത്. പക്ഷേ പോലീസ് അത് സ്ഥിരീകരിക്കുന്നില്ല. എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഹർജി പരിഗണിക്കും. അതിൽ വിധി വന്നതിന് ശേഷം തൊപ്പിയെ അറസ്റ്റ് ചെയ്യാനായിരിക്കും. ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യം നൽകുകയാണെങ്കിൽ നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അത് ഇപ്പോൾ മുൻകൂർ ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ നേരെ അറസ്റ്റിലേക്ക് തന്നെയായിരിക്കും പോലീസ് കടക്കുക. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.